ഹായ് ഗൈസ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇച്ചിരി ഡെലിവറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീഡിയോസ് ഇടുമ്പോഴാണെന്നുണ്ടെങ്കിലും മെസ്സേജിലാണെന്നുണ്ടെങ്കിലും എല്ലാവരും കണ്ടിന്യൂസ് ആയിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ് എങ്ങനെയാണ് ചേച്ചി തിരിച്ച് ആ ഒരു പഴയ രീതിയിലേക്ക് വന്ന് പിന്നെ അതുപോലെ തന്നെ വയറും കാര്യങ്ങളൊക്കെ എങ്ങനെ കമ്മിയാക്കുന്നല്ലോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ അതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണാം. എന്തുണ്ടെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്യാം. അപ്പോൾ എൻ്റെ പോസ്റ്റ്നാറ്റൽ ട്രീറ്റ്മെന്റ് എടുത്തിട്ടുള്ളത് എവിടെയാന്ന് വെച്ചാൽ ട്രിവാൻഡ്രത്തുള്ള പാലാഴി ആയുർവേദയിൽ നിന്നിട്ടാണ്. അപ്പം ഞങ്ങളത് എന്തുകൊണ്ടാണ് ചൂസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആവശ്യത്തിന് ഡെലിവറി അടുക്കുന്ന ആ ഒരു സമയത്ത് തന്നെ നമ്മൾ ആഫ്റ്റർ ഡെലിവറി എന്ത് ട്രീറ്റ്മെൻറ്റ് ആവശ്യക്ക് ബെസ്റ്റായിട്ട് കൊടുക്കുക എന്നുള്ളത് ചിന്തിക്കുമല്ലോ. അപ്പം അങ്ങനെ കുറച്ച് സെർച്ചൊക്കെ ചെയ്തിട്ടാണ് പാലാഴി ചൂസ് ചെയ്തതല്ലോ. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ 14 days പാക്കേജാണ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവർക്ക് കേരളത്തിൽ ട്രിവാൻഡ്രത്ത് മാത്രമാണ് ബ്രാഞ്ച് ഉള്ളൂ. അപ്പം ഞങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെൻറ്റ് ഞങ്ങൾക്ക് എടുക്കണം നല്ലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് ട്രാവലിങ്ങും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടായി തോന്നിയതുകൊണ്ടാണ് ഞങ്ങൾ ഹോം സർവീസ് ആണ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഗൈസ് ഈ 14 ദിവസം കൊണ്ട് എനിക്ക് വന്ന ഏറ്റവും വലിയ മാറ്റം പറയണത് ബോഡി നല്ല ഹെൽത്തി ആയിട്ട് തിരിച്ചു കിട്ടിയില്ല. അപ്പോൾ ഗൈസ് എല്ലാവർക്കും അറിയാം എൻ്റെ നോർമൽ ഡെലിവറി ആണെന്ന്. അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ 14 ദിവസം കൊണ്ട് ആ വേദനകളൊക്കെ മാറി ബോഡി നല്ല റിലാക്സ് ആയിട്ട് കിട്ടി. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവരുടെ പ്രൊഡക്റ്റാണ്. പ്രൊഡക്റ്റ് പറയുമ്പം അവർ പാലാഴി തന്നെ ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ എനിക്കാണെങ്കിലും ചിങ്ങടൂരാണെന്നുണ്ടെങ്കിൽ നല്ല ബെനിഫിറ്റ് കാര്യങ്ങളൊക്കെ കിട്ടി. അപ്പോൾ ഗൈസ് എൻ്റെ പ്രസവരക്ഷൻ്റെ 5th day ആണിത്. അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോന്നോരോന്നായി കാണിച്ചു തരാം. അപ്പോൾ വായോ. അപ്പോൾ ആദ്യത്തെ പ്രൊസീജിയർ എന്ന് പറയുന്നത് ഹെഡ് മസാജാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ പ്രയറൊക്കെ ചെയ്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന എണ്ണയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പറയുന്നത് ഈ ഒരു മസാജ് കഴിഞ്ഞാൽ നല്ല സ്ട്രെസ് റിലീഫ് ഉണ്ടാവുക എന്നതാണ്. അതായത് രാത്രി ടൈമിലൊക്കെ ചിങ്ങട് ഉറങ്ങാത്തത് കൊണ്ട് തന്നെ നല്ല ഉറക്ക ക്ഷീണവും ഹെഡ് പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു മസാജ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മളറിയാതെ തന്നെ നമ്മളങ്ങ് ഉറങ്ങിപ്പോവും. ആ ഒരു റിലാക്സേഷൻ അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത് അനുഭവിച്ചാൽ തന്നെ മനസ്സിലാവുള്ളൂ. പിന്നെ അതുപോലെ തന്നെ പലതരം പാലൊക്കെ യൂസ് ചെയ്ത് എണ്ണയായതുകൊണ്ട് തന്നെ നമ്മുടെ തലയിൽ വെക്കുമ്പോൾ തന്നെ നല്ല തണുപ്പായിരിക്കും കേട്ടോ. ആ ഒരു ഓയിൽ കൊണ്ടുള്ള മസാജ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പിന്നെ അതുമാത്രമല്ല, വെറും സ്ട്രെസ് റിലീഫ് മാത്രമല്ല, ഈ ഓയിൽ നമ്മുടെ ഹെയർ ലോസ് മാറ്റാനും ഹെയർ ഗ്രോത്ത് കൂട്ടാനും നല്ല ബെനിഫിഷ്യലാണ്. അടുത്ത പ്രൊസീജിയർ എന്ന് പറയുന്നത് ഫേസ് മസാജാണ് കേട്ടോ. പാലാഴിയിൽ ഉണ്ടാക്കിയെടുത്ത ഒരു ഓയിലാണ്. ആദ്യം തന്നെ ഫേസ് മുഴുവനായിട്ട് അപ്ലൈ ചെയ്യും, എന്നിട്ടാണ് മസാജ് സ്റ്റാർട്ട് ചെയ്യുക. ഇതൊരു സാധാരണ ഓയിലല്ല. നമ്മുടെ മുഖത്തുണ്ടാകുന്ന കരുവാളിപ്പ്, മുഖക്കുരുവിൻ്റെ പാട്, സൺ ടാൻ എല്ലാം മാറാൻ വേണ്ടിയുള്ള ഒരു ഓയിലാണ്. ഡെലിവറിക്ക് ശേഷം മാത്രമല്ല, 10 വയസ്സ് മുതലുള്ള എല്ലാവർക്കും സ്കിൻ ബ്രൈറ്റൻ ആവാൻ ഇത് യൂസ് ആക്കാം. പ്രസവശേഷം പ്രത്യേകിച്ച് മുഖത്തും കഴുത്തിനും ചുറ്റും ഉണ്ടാകുന്ന ഡിസ്കളറേഷൻ നമുക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണല്ലേ. ഈ പ്രോബ്ലംസ് ഒക്കെ എനിക്കും ഉണ്ടായിരുന്നു. ഈ 14 days കൊണ്ട് തന്നെ ഏകദേശം ഫുള്ളായിട്ട് മാറി. ഈ എണ്ണ വെച്ച് നമ്മുടെ മുഖത്തെ എല്ലാ ഭാഗത്തും പ്രത്യേകമായി മസാജ് ചെയ്യും. ഈ മസാജ് വഴി നമ്മുടെ മുഖത്തെ ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും ഫേസ് ഒന്നുകൂടെ ഗ്ലോ ആവുകയും ചെയ്യും. അടുത്ത പ്രൊസീജിയർ എന്ന് പറയുന്നത് ഫേസ് പാക്കാണ്. ഈ ഫേസ് മസാജ് ആൻഡ് ഫേസ് പാക്ക് ഒരുമിച്ചുള്ളൊരു എഫക്റ്റാണ്. നന്നായി ഫേസ് മസാജൊക്കെ ചെയ്ത് മുഖത്തേക്ക് ഈ ഫേസ് പാക്ക് ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നല്ല എഫക്റ്റ് കിട്ടും. നമ്മുടെ സ്കിന്നിൻ്റെ കണ്ടീഷൻ വെച്ച് പാല്, തൈര്, ഓറഞ്ച് നീര്, റോസ് വാട്ടർ ഇതിലേത് വേണമെങ്കിലും മിക്സ് ചെയ്ത് നമുക്ക് അപ്ലൈ ചെയ്യാം. അടുത്ത പ്രൊസീജിയറാണ് ബോഡി മസാജ്. നോർമൽ ഡെലിവറി ആയതുകൊണ്ട് തന്നെ സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചത് ശരീരത്തിന് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല എന്നാണ്. പക്ഷേ ശാലിനി മസാജ് ചെയ്ത് തുടങ്ങിയപ്പോൾ ആണ് മനസ്സിലായത് ശരീരത്തിൻ്റെ പല ജോയിൻസിലും നല്ല പെയിൻ ഉണ്ടായിരുന്നു എന്ന്. ആദ്യത്തെ ദിവസം തന്നെ ശാലിനി ഓരോ പ്രശ്നങ്ങളായി കാണിച്ചു തന്നു. പിന്നെ അതുമാത്രമല്ല, എന്നും ഡോക്ടർ ഈവനിങ് കാര്യങ്ങൾ അന്വേഷിക്കാൻ വിളിക്കാറുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ ഡോക്ടറോട് പറയും. അപ്പോൾ ഡോക്ടർ അത് മനസ്സിലാക്കിയിട്ട് സ്റ്റാഫിനെ വിളിച്ച് ബുദ്ധിമുട്ടുകളുള്ള സ്ഥലത്ത് പ്രത്യേകമായി ചെയ്യാനുള്ള ചില പ്രൊസീജിയർ പറഞ്ഞു കൊടുക്കാറുണ്ട്. അങ്ങനെ ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ ഓരോ സ്റ്റേജും അവർ നോക്കി കൃത്യമായി കാര്യങ്ങൾ നമുക്ക് ചെയ്തു തരുന്നു. പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയ ഡോക്ടറിൻ്റെ കീഴിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാം ഞങ്ങളുടെ ഹോം പറയുന്നത് പാലക്കാടാണ്. പാലാഴി ട്രിവാൻഡ്രത്താണുള്ളത്. അപ്പോൾ ഇത്രയും ദൂരം ഹോം സർവീസ് എടുക്കുകയായിരുന്നു അവർ. എങ്കിലും ഞാൻ ഈ 14 days അവരുടെ സൂപ്പർവിഷനിലായിരുന്നു.
അടുത്ത പ്രൊസീജിയറാണ് ഫുൾ ബോഡി പാക്ക്. സാധാരണ നമ്മൾ ഇടുന്നത് പോലെ ഒരു ബോഡി പാക്ക് അങ്ങ് ഇടുന്നതല്ല. പാലാഴിയുടെ തന്നെ ഒരു ബോഡി പാക്ക് തൈരിൽ മിക്സ് ചെയ്തിട്ടാണ് ഇടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡെഡ് സെൽസ് എല്ലാം റിമൂവ് ആവും. മഞ്ഞളും തൈരും ചേരുന്നത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നൊന്ന് ബ്രൈറ്റൻ കൂടെ ആവും. ഈ കാണുന്നത് പോലെ കയ്യിലും കാലിലും മാത്രമല്ല, ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും ഈ പാക്ക് വെച്ച് നന്നായി സ്ക്രബ് ചെയ്യും. തൈര് കൂടെ മിക്സ് ചെയ്ത് ചെയ്യുന്നത് കൊണ്ട് തന്നെ നല്ല ഒരു കൂളിംഗ് എഫക്റ്റ് കൂടെ ഉണ്ട്. ഇവരുടെ പ്രൊസീജിയേഴ്സിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് അതാണ്. പിന്നെ നമ്മുടെ ഹെൽത്തിന് വേണ്ടിയാണ് ചെയ്യുന്നതെങ്കിലും നമുക്കൊരു ബുദ്ധിമുട്ടായി ഫീൽ ചെയ്യില്ല. ബോഡിക്ക് നല്ലൊരു റിലാക്സിങ് ഫീലാണ് കിട്ടുന്നത്. നമ്മൾ പോലും അറിയാതെ നമ്മുടെ ശരീരത്തെ മെല്ലെ പ്രഗ്നൻസിക്ക് മുമ്പ് എങ്ങനെയാണോ ഉള്ളത് ആ ഒരു സ്റ്റേജിലേക്ക് എത്തിക്കുകയാണ് ഇവർ ചെയ്യുന്നത്. അടുത്തത് വേദുകുളി. സത്യം പറഞ്ഞാൽ ഈ ഒരു വാക്ക് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു പേടിയാണ്. കാരണം ഡെലിവറി കഴിഞ്ഞതിന് ശേഷം എല്ലാ അമ്മമാരും പറയാറുണ്ട് ചൂടുവെള്ളം മേത്തൊഴിക്കണം എന്നുള്ളത്. പക്ഷേ ഈ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയപ്പോൾ ആണ് എനിക്ക് മനസ്സിലായത് കേട്ടതൊന്നും സത്യമല്ല എന്ന്. ഈ വേദുകുളി എങ്ങനെയാണെന്ന് വെച്ചാൽ 40 മരപ്പെട്ട, ഉണ്ട, മഞ്ഞൾ തുടങ്ങിയ കുറേ പൊടികൾ ചതച്ച് ഇവർ തലേ ദിവസം കൊണ്ടുവരും. അത് വെള്ളത്തിലിട്ട് നന്നായി തിളപ്പിക്കണം. നെക്സ്റ്റ് ഡേ ട്രീറ്റ്മെൻറ്റ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഇതൊന്ന് തിളപ്പിക്കണം. എന്നിട്ട് നമ്മൾക്ക് സഹിക്കാവുന്ന ചൂടായിരിക്കും നമുക്ക് തരുന്നത്. അടുത്ത പ്രൊസീജിയർ എന്ന് പറയുന്നത് തലതോർത്തലാൻ രാസനാദി. നമ്മൾ പണ്ടൊക്കെ ചെയ്തിരുന്നത് പോലെ ചുമ്മാ തലയിൽ രാസനാദി ഇടുകയല്ല ഇവർ ചെയ്യുന്നത്. നമ്മളുടെ തലയുടെ കൃത്യം ഉച്ചിഭാഗത്തും ചെവിയുടെ പുറകിലും കഴുത്തിൻ്റെ പുറകിലും എല്ലാം അളവ് എടുത്താണ് ഇടുന്നത്. അതിനുശേഷം തലപോയിക്കലാണ്. നല്ല മണമുള്ള ഒരു പൊടി ചിരട്ടക്കനലിൽ ഇട്ടിട്ടാണ് തലപോയിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുടിക്ക് നല്ല മണമായിരിക്കും. ഇത് എന്തിനാണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ മുടിക്കായ മാറാനൊക്കെയാണ് യൂസ് ചെയ്യണത്. അടുത്ത പ്രൊസീജിയർ എന്ന് പറയുന്നത് മൂക്കിൽ പുക കൊള്ളിക്കുക എന്നതാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ടാസ്ക് തോന്നിയ, അതായത് എനിക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് തോന്നിയ ഒന്നാണ് ഇത്. ഇത് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ കൂടിയാണിത്. ഇത് എന്തിനാണ് യൂസ് ചെയ്യണത് വെച്ചാൽ മൂക്കിൽ കഫം മാറാനും തലവേദന പോവാനും ചുമയൊക്കെ മാറാനും നല്ല ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒന്നാണ്. ഫസ്റ്റ് പുക കൊള്ളിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാകും, പക്ഷെ അത് കഴിഞ്ഞാൽ അടിപൊളിയാണ് ഗൈസ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു സംഭവത്തിനോട് കുറച്ച് മടിയാണ്. അടുത്തത് അഞ്ജനം. ഇത് പാലാഴിയിൽ ഉണ്ടാക്കുന്ന ഒരു കൺമഷിയാണ്. ഇതൊരു കോസ്മെറ്റിക് പർപ്പസിന് വേണ്ടിയല്ല കണ്ണിൽ എഴുതുന്നത്, കണ്ണിൻ്റെ കാഴ്ചശക്തിയും ആരോഗ്യത്തിനും വേണ്ടിയാണ്. അടുത്ത പ്രൊസീജിയർ എന്ന് പറയുന്നത് ഞവരക്കിഴിയാണ്. ട്രീറ്റ്മെൻറ്റിൻ്റെ അവസാന ദിവസമാണിത്. ഇന്നത്തെ പ്രൊസീജിയർ സത്യത്തിലൊരു സ്പെഷ്യലാണ്. പാലിൽ പുഴുങ്ങിയെടുത്ത ഞവര വെച്ചിട്ടാണ് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. പ്രഗ്നൻസി ടൈമിലുള്ള നമ്മുടെ ബോഡിയിൽ നല്ല ഡിസ്കളറേഷൻ കാണും. പലപ്പോഴും നമ്മളത് അത്ര വലിയ കാര്യമാക്കാറില്ല. ഫേസ് ആണല്ലോ നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കുക. ഈ ഞവര അരിക്കുകയാണെങ്കിലും നമ്മുടെ ശരീരം ഒന്ന് ഗ്ലോ ആക്കാനുള്ള കഴിവുണ്ട്. കൂടെ പാലും കൂടെ ആവുമ്പോൾ ആ ഒരു എഫക്റ്റ് നന്നായി കൂടും. മൊത്തം ശരീരത്തിൻ്റെ കളർ ഒന്ന് ബ്രൈറ്റൺ ആവും. അടുത്ത പ്രൊസീജിയർ എന്ന് പറയുന്നത് പെഡിക്യൂറാണ് കേട്ടോ. ഇത് നമ്മുടെ ലാസ്റ്റ് ഡേ ട്രീറ്റ്മെൻറ്റിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പാണ്. ഇത്രയും ദിവസം ട്രീറ്റ്മെൻറ്റ് ചെയ്തതുകൊണ്ട് നമ്മുടെ കാലിലൊക്കെ മഞ്ഞളിൻ്റെ ചെറിയ കളർ ഉണ്ടാകും. അതൊക്കെ മാറാൻ വേണ്ടിയാണ് ഇത് ചെയ്യണത്. അപ്പോൾ ഗൈസ് ഇത് കുറച്ച് ആൾക്കാർക്കൊക്കെ എന്താണെന്നറിയാം, പക്ഷേ ചുരുക്കം ചില ആൾക്കാർക്കൊന്നും ഇതെന്ത് സംഭവം എന്നറിയില്ല. അതായത് ഡെലിവറി കഴിഞ്ഞതിന് ശേഷം വയറ് നല്ല ഉണ്ടാവും. അപ്പോൾ ആ വയറ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ സംഭവം ചെയ്യണത്. ഇതിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ശാലിനി എത്ര നീറ്റായിട്ടാണ് നമുക്ക് കെട്ടിത്തരുന്നത് എന്ന്. പിന്നെ അതുമാത്രമല്ല, ഇത് ടൈറ്റായിട്ട് കെട്ടുവാണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലാണ് ചെയ്യണത്.
ഗൈസ് ചിങ്ങുടുവിൻ്റെ കുളിയും ഇവർ തന്നെയാണ് ചെയ്തത്. പാലാഴിയുടെ സ്പെഷ്യൽ ബേബി ഓയിൽ വെച്ചിട്ടാണ് ചിങ്ങുടുവിനെ കുളിപ്പിച്ചത്. ആദ്യം ഈ എണ്ണ തൊട്ട് നന്നായി ഒന്ന് മസാജ് ചെയ്തതിന് ശേഷമാണ് കുളിപ്പിക്കുക. ചിങ്ങുടുവിനാണെങ്കിൽ കുളിക്കാൻ നല്ല ഇഷ്ടമാണ്, അതുകൊണ്ട് തന്നെ കരച്ചിലും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ശാലിനി ചിങ്ങുടുവിന് മസാജ് ചെയ്യുമ്പോൾ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണ്. പിന്നെ കൈയും കാലും തലയും എല്ലാം പ്രത്യേകം മസാജ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അതുമാത്രമല്ല, മെയിനായിട്ട് പറയാനുള്ളത് ശാലിനി ചിങ്ങുടുവിനെ എടുത്തിട്ടാണ് കുളിപ്പിക്കുന്നുണ്ടായിരുന്നത്. തലയൊക്കെ ഉയർത്തി മൂക്കിലോ ചെവിയിലോ ഒന്നും തന്നെ വെള്ളം ആവാത്ത പോലെയാണ് കുളിപ്പിക്കുന്നുണ്ടായിരുന്നത്. അത് കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണ്. അതുമാത്രമല്ല ചിങ്ങുടുവിന് ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിലാണ് ശാലിനി കുളിപ്പിക്കുന്നുണ്ടായിരുന്നത്. ഇതൊക്കെയാണ് എൻ്റെ 14 ദിവസത്തെ ട്രീറ്റ്മെൻറ്റിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ 14 ദിവസം ട്രീറ്റ്മെൻറ്റ് എടുത്തതിന് ഞാൻ വലിയൊരു ഭാഗ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ബേബി, എനിക്ക് വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് പറ. അപ്പോൾ ഗൈസ് വാവച്ചിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ടൈമിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്ലാക്ക് ഷെയ്ഡ് കൂടുതലായിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഡെലിവറി കഴിഞ്ഞിട്ട് വാവച്ചിക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന ടെൻഷനാണ് ഈ വയർ പോണില്ല എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ വാവച്ചിക്ക് ഈ ഫേസിലൊക്കെ ഇതൊക്കെ ചെയ്തതിന് ശേഷം വാവച്ചി ഫേസ് കാലൊക്കെ ഒന്ന് ബ്രൈറ്റ് ആയി വന്നുട്ടാ. ഈ പ്രഗ്നൻസി സമയത്ത് എനിക്ക് കുറച്ച് എന്താ പറയുക ഒരു ഡള്ളായിട്ടുള്ള ഒരു ഫേസ് ആയിരുന്നു. പക്ഷെ ഇത് ചെയ്തപ്പം എനിക്കൊന്നും കൂടെ ബ്രൈറ്റ് ആയി ഒന്ന് സെറ്റ് ആയി മാറ്റങ്ങളൊക്കെ വന്നു. അതെ, പിന്നെ അതുപോലെ തന്നെ കുറെ മാറ്റങ്ങളുണ്ട്. അത് വാവച്ചിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗൈസ് എന്താണ്, ഞാൻ ഫസ്റ്റ് വിചാരിച്ചത് എനിക്ക് ഓക്കെയാണ്, എനിക്ക് കുഴപ്പമൊന്നും ഇല്ല എന്നാണ്. പക്ഷെ ശാലിനി ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് ഓരോ വേദനകളും അതുപോലെ നീര് കാര്യങ്ങളൊക്കെ ഓരോന്നോരോന്നായി കാണിച്ചു തന്നു. പിന്നെ അത് മൊത്തത്തിലൊന്ന് ശരിയാക്കി തന്നു. അപ്പോൾ ഗൈസ് പറ്റുമെങ്കിൽ എല്ലാവരും ലൈഫിൽ ഒരിക്കലെങ്കിലും ഈ ട്രീറ്റ്മെൻറ്റ് എടുക്കണം എന്നാണ് ഞാൻ പറയാം. ഇപ്പോൾ വീട്ടിൽ എന്താണ് ആരും ചെയ്യാനില്ലെങ്കിൽ ഇവർ വീട്ടിൽ വന്ന് ചെയ്തു തരുന്നതാണ്. കേരളത്തിൽ എല്ലായിടത്തും ഇവർക്ക് സർവീസ് ഉണ്ട്. പക്ഷേ ഇപ്പോൾ വീട്ടിൽ വന്ന് ചെയ്തു തരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് സ്റ്റാഫിന് ഫുഡും അതുപോലെ താമസവും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ റെഡിയാക്കി കൊടുക്കണം. അപ്പോൾ ഗൈസ് ഈ സർവീസ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ഫുൾ ഡീറ്റെയിൽസ് താഴെ കൊടുക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് കയറി കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ബൈ.